കൃത്യനിർവഹണത്തിൽ ലോകായുക്ത പരാജയമാണെന്ന പരാമർശം പിൻവലിച്ചു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഹൈക്കോടതിയുടെ വിമർശനത്തിന് തൊട്ടുപിന്നാലെയാണ് പരാമർശം പിൻവലിച്ചത്. കെ ഫോൺ പദ്ധതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഉമേഷ്, ഗുരുതരമായൊരു പരാമർശമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ലോകായുക്തയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരാമർശം പിൻവലിച്ചത്? കാവ്യ, ഈ കെ ഫോൺ പദ്ധതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ലോകായുക്തക്കെതിരെ ചില പരാമർശങ്ങൾ, ചില വിമർശനങ്ങൾ വി.ഡി. സതീശൻ ഉന്നയിച്ചത്. ലോകായുക്ത തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ തികഞ്ഞ പരാജയമാണ് എന്നൊക്കെയായിരുന്നു ലോകായുക്തക്കെതിരായ വി.ഡി. സതീശന്റെ വിമർശനം. ഇത് നേരത്തെ ഈ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ആ സമയത്ത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അതേ സംബന്ധിച്ച് വലിയ വിമർശനം സതീശന് നേരെ ഉന്നയിക്കുകയുണ്ടായി. കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ലോകായുക്ത. ആ പദവിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ശരിയല്ല എന്ന തരത്തിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ആ ഹർജിയിൽ, അതായത് വി.ഡി. സതീശൻ നൽകിയ തന്റെ ഹർജിയിൽ ലോകായുക്തക്കെതിരായ പരാമർശം പിൻവലിക്കാൻ അനുമതി തേടിക്കൊണ്ട് മറ്റൊരു ഹർജി വി.ഡി. സതീശൻ കോടതിയിൽ നിന്ന് സമർപ്പിച്ചത്. ആ ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ആ പരാമർശം പിൻവലിക്കാൻ വി.ഡി. സതീശന് അനുമതി നൽകുകയായിരുന്നു. അങ്ങനെ ആ പരാമർശം പൂർണ്ണമായും ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് ആ ഹർജിയിൽ നിന്ന്. അതേസമയം ഈ ഹർജി, അതായത് പ്രധാന ഹർജി, ഈ കെ ഫോൺ പദ്ധതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്നും ഫയലിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം അതിൽ ഒരു എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹർജിക്കാരനായ പ്രതിപക്ഷ നേതാവിനോട് കോടതി നിർദ്ദേശിച്ചു. അത് സമർപ്പിച്ച ശേഷം വീണ്ടും ഈ ഹർജി പരിഗണിക്കാം. ഈ മാസം 29-ന്, അതായത് 3 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യനിർവഹണത്തിൽ ലോകായുക്ത പരാജയമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരാമർശം. ഈ പരാമർശം ഇപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനത്തിന് തൊട്ടു പിന്നാലെ വി.ഡി. സതീശൻ പിൻവലിച്ചു. വിവരങ്ങളാണ് കെ. ഉമേഷ് നൽകിയത്.